പോക്സോ കേസ് പ്രതിയുടെ പല്ലടിച്ചു കൊഴിച്ചു മോഷണ കേസ് പ്രതി. അടിപൊളി, എന്തൊരു കിടിലം വാർത്തയാണല്ലേ. ഇങ്ങനെയുള്ള സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖം. നമുക്കാദ്യം ആ മനോഹരമായ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. ആലപ്പുഴ ജില്ലാ ജയിലിൽ പോക്സോ കേസ് പ്രതിക്കും മർദ്ദനം. 85-കാരനായ പ്രതി തങ്കപ്പനാണ് അടികൊണ്ടത്. സഹതടവുകാരൻ പല്ലടിച്ചു കൊഴിക്കുകയായിരുന്നു. തനിക്കും പെൺമക്കൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. സുധിഷ ധർമ്മൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സഹതടവുകാരന്റെ ധാർമ്മിക രോഷം തന്നെയാണ് അത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് തങ്കപ്പൻ ഈ സഹതടവുകാരനൊപ്പം ജയിലിൽ കഴിയാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോൾ ഏത് കുറ്റത്തിനാണ് ഇയാൾ വന്നത് എന്നുള്ളത് ഈ സഹതടവുകാരൻ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഉപദ്രവിച്ചതിനാണ് ഇയാൾ എത്തിയത്. പോക്സോ കേസ് പ്രതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് തനിക്ക് പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ മർദ്ദിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. പല്ലടിച്ചു കൊഴിച്ചു എന്നുള്ളതാണ് ജയിലിൽ നിന്നുള്ള വിവരം. ഇതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കും, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കാരണം അമ്മാതിരി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത്. അയാൾ കള്ളനോ പിടിച്ചുപറിക്കാരനോ പോക്കറ്റടിക്കാരനോ എന്തുമായിക്കോട്ടെ, അയാൾ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഓരോ അച്ഛന്മാരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത്. ഇത്തിരി പോന്ന കുഞ്ഞു മക്കളോട് ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കുന്ന ഈ നാറിയുടെയൊക്കെ പല്ലല്ലടിച്ച് പൊളിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ തല്ലിയ മോഷണ കേസ് പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾക്കൊരു പൊന്നാടയും മാലയും ഇട്ട് സ്വീകരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് ആ സമയത്ത് അത് ചെയ്യാൻ തോന്നിയത് ആ മനുഷ്യൻ ഒരു പെൺകൊച്ചിൻ്റെ അച്ഛനായതുകൊണ്ടാണ്.